നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പക്ഷേ പാകിസ്ഥാനിൽ ഒരു അജ്ഞാതൻ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്നവർ. ആരാണ് ഈ അജ്ഞാതൻ? എന്താണ് ഈ അജ്ഞാതന്റെ ലക്ഷ്യം? ഒരു പിടിയില്ല ആർക്കും. അജ്ഞാതന്റെ ലക്ഷ്യം ഒരു വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ അജ്ഞാതൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അജ്ഞാതന്റെ പ്രവൃത്തികളിൽ നിന്നും അജ്ഞാതന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ അജ്ഞാതൻ ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അജ്ഞാതന്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കൊരു ചെറിയ സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കൊല്ലപ്പെട്ടവരെല്ലാം, അജ്ഞാതന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നവരെല്ലാം, ശരിക്കും പറഞ്ഞാൽ കൊല്ലപ്പെടുന്നവരല്ല, വധിക്കപ്പെടുന്നവരാണ്. അവർ വധ്യരാണ്, വധശിക്ഷയ്ക്ക് അർഹരാണ്. അത്രയേറെ കൊടും ക്രൂരത മാനവ സമൂഹത്തോട് ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ അജ്ഞാതന്റെ പ്രവൃത്തിയെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഇനി പാകിസ്ഥാനിലെ നിയമം അനുസരിച്ച് അവർക്ക് കേസെടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ മനുഷ്യത്വത്തിൻ്റെ, ധർമ്മത്തിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഈ കൊല്ലപ്പെട്ടവരെല്ലാം, കൊല്ലപ്പെടേണ്ടവർ എന്ന് പറഞ്ഞാൽ അത് തെറ്റിപ്പോവും വാച്യാർത്ഥത്തിൽ. അവർ ശിക്ഷയ്ക്ക് അർഹരാണ്, വധശിക്ഷയ്ക്ക് അർഹരാണ്. അത് അജ്ഞാതൻ ഭംഗിയായിട്ട് ആ വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ഹംസ ബുർഹാൻ എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനെയാണ്. അയാള് ഒരു ഡോക്ടറാണ്, ഡോക്ടർ ഹംസ ബുർഹാൻ. അയാളുടെ ശരിക്കുള്ള പേര് മറ്റൊന്നാണ്. അയാളെ ആണ് ഈ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അസാൾട്ട് റൈഫിളുമായിട്ട് അയാൾക്ക് സുരക്ഷ കൊടുത്തിരുന്നു. ഇയാളുടെ ഈ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതിന്റെ രണ്ടിന്റെയും ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന TRF. ഈ TRFന്റെ ഭീകരന്മാർ അസാൾട്ട്, നോക്കൂ, AK-47 മാരകമായൊരു റൈഫിളാണ്. ആ അസാൾട്ട് റൈഫിളുമായിട്ട് ഇയാൾക്ക് സുരക്ഷ ഒരുക്കിയിരുന്നു. ഇയാള് ഒരു, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, ഒരു പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഇയാളെ, ഇതൊന്നും വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതിൽ ഒരുപാട് പെശകുകളുണ്ട്. കാരണം ഇത് ഈ ഇന്റർനാഷണൽ മീഡിയയ്ക്ക് തന്നെ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് തന്നെ കിട്ടുന്ന വിവരങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. റോയിട്ടേഴ്സ് അടക്കമുള്ള ചില മാധ്യമങ്ങളെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പം ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ പുറത്തിറങ്ങിയപ്പോൾ ഇയാളുടെ കൂടെ അംഗരക്ഷകരുണ്ട്. വളരെ കൃത്യമായിട്ട് അവിടെ എത്തിയ 2 പേർ, തോക്കുധാരികളായ 2 പേർ മുഖം മറച്ചിരുന്നു. അവരാണ് വെടിയുതിർത്തത്. അത് മാത്രമല്ല, വെടിയുതിർത്തിട്ട് അവരെങ്ങോട്ട് പോയി എന്ന് ആരും കണ്ടിട്ടില്ല. ഇനി ഇയാളുടെ കൂടെയുള്ള അംഗരക്ഷകരാണോ വെടിവെച്ചത് അതും അറിയില്ല. എന്തായാലും ഇയാൾക്ക് തലയ്ക്ക് മാരകമായിട്ട് പരിക്കേറ്റു, ഗുരുതര പരിക്കേറ്റ് ഇയാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരം. അപ്പോൾ ഈ ഡോക്ടർ ഹംസ ബുർഹാൻ വളരെ കൃത്യമായിട്ട് കൊടും ഭീകരനാണ് എന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനുശേഷം ഈ അജ്ഞാതൻ്റെ വിളയാട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാം. ഇത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുസാഫറാബാദിലെ ഗോജ്ര ബൈപ്പാസിന് സമീപം വെച്ചാണ് ഈ ഹംസ ബുർഹാനെ തീർത്തിരിക്കുന്നത്. ഇയാൾ കാശ്മീരിലെ ഏതാണ്ട് എല്ലാ ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരനാണ്. പ്രധാനമായിട്ട് ഇയാളെക്കുറിച്ച് പറയുന്നത്, ഇയാൾ ഈ 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ CRPFന്റെ വാഹനവ്യൂഹം ആക്രമിച്ച് 40-ലധികം നമ്മുടെ ജവാന്മാരെ കൊലപ്പെടുത്തിയ ഒരു ചാവേർ ആക്രമണം ഉണ്ടായിരുന്നു, ചാവേർ സ്ഫോടനം. ഈ ചാവേറായിട്ട് വന്നിരിക്കുന്നത് അതായത് ദേശീയപാതയിൽ ലെത്പോരയ്ക്ക് സമീപമാണ് CRPF വാഹനവ്യൂഹം ആക്രമിക്കപ്പെട്ടത്. അതിൽ ഈ ഹംസ ബുർഹാനാണ് പ്രധാനപ്പെട്ട ഒരു ഗൂഢാലോചന നടത്തി ഒരാളെ നിയോഗിച്ചത്, ഈ ചാവേറിനെ നിയോഗിച്ചത്. ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരനായ ആദിൽ അഹമ്മദ് ധർ എന്നയാളാണ് ഇവിടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കളുമായിട്ട് വെച്ച് കെട്ടി വന്ന് പൊട്ടിത്തെറിച്ച്, സ്വയം പൊട്ടിത്തെറിച്ച് ഇത്രയും ആൾക്കാരെ കൂടെ കൊലപ്പെടുത്തിയത്, നമ്മുടെ ജവാന്മാരെ കൊലപ്പെടുത്തിയത്. ഈ ഡോക്ടർ ഹംസ ബുർഹാൻ തന്നെ, അത് അയാളുടെ ശരിക്കുള്ള പേരല്ല. അയാളുടെ ശരിക്കുള്ള പേര് ഞാൻ പറയാം, അർജുമന്ദ് ഗുൽസാർ ധർ. ഇതാണ് അയാളുടെ ശരിക്കുള്ള പേര്. ഇയാൾ അറിയപ്പെടുന്നത് ഡോക്ടർ എന്നാണ്. ഇയാൾ എവിടുത്തെ ഡോക്ടറാണ്? രോഗം വരുന്ന മനുഷ്യരെ, അപകടത്തിൽപ്പെടുന്ന മനുഷ്യരെ, അല്ലേ, അവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരാളാണ് ഡോക്ടർ. ഇയാൾ എവിടുത്തെ ഡോക്ടറാണ്? മനുഷ്യരെ കൊല്ലുന്ന ഡോക്ടർ. അങ്ങനെ ഒരു ഡോക്ടറുണ്ടോ? എന്തായാലും ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാരിങ്ങനെ ഒന്നൊഴിയാതെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഒരുത്തനുണ്ട്, ലംഗഡ. ഞാൻ അയാളെക്കുറിച്ച് പറയാം. അതിനു മുമ്പ്
ഈ ഹംസ ബുർഹാനയുമായി ബന്ധപ്പെട്ട് തന്നെ വേറെ അതിനു മുമ്പേ ഒരു 15ഓളം പേര് പറഞ്ഞല്ലോ, ഏതാണ്ട് 30-ലധികം പേർ ഇങ്ങനെ ഈ തരത്തിൽ വധിക്കപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക കണക്ക്. ഈ പാകിസ്ഥാൻ പുറത്തുവിടുന്ന കണക്കൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് റോയിട്ടേഴ്സ് അടക്കമുള്ള ഇൻ്റർനാഷണൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 30ഓളം കൊടും ഭീകരന്മാരെ ഈ അജ്ഞാതൻ കാലപുരിക്ക് അയച്ചു, ഹൂറികളുടെ അടുത്ത് എത്തിച്ചു. ഓരോരുത്തർക്കും 72 ഹൂറികളെ വെച്ച് കിട്ടും. പക്ഷേ ഔദ്യോഗിക കണക്ക് പറയുന്നതനുസരിച്ചാണ് കൃത്യമായിട്ട് 15 പേരുടെ പേര് പറയുന്നുണ്ട്. ആ 15 പേരുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അത് വളരെ ശരിക്കും പറഞ്ഞാൽ വളരെ നിർണായകമാണ് ആ വിവരങ്ങൾ. അതായത് നമുക്ക് ഇത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടന്നതാണ്. നമ്മൾ മോദി സർക്കാർ 2014 അധികാരമേറ്റതിന് ശേഷം ഈ പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ ആദ്യം ഒന്ന് ശകലം ഒന്ന് പകച്ചു, ഒന്ന് കുറഞ്ഞു. പക്ഷെ രണ്ടാമത് മോദി സർക്കാർ വരുന്നതിന് ഒരല്പം മുമ്പാണ് ഇവർ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങിയത്. അതാണ് ഈ പുൽവാമ അറ്റാക്ക്. അപ്പോൾ അതിനെയാണല്ലോ മോദി വീണ്ടും അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള മോദിയുടെ തന്ത്രം എന്നൊരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതൊക്കെ പൊളിഞ്ഞുപോയി. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ, ഞാൻ പറഞ്ഞ നമ്മൾ പിന്നിലേക്ക് കണക്കെടുത്താൽ ചിലപ്പോൾ കൂടുതൽ കാണും, പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് ഇത് വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയത്. ഈ അജ്ഞാതൻ്റെ വരവും ഇത്തരത്തിലുള്ള ഈ LETയുടെയും JEMൻ്റെയും കൊടും ഭീകരന്മാർ വധിക്കപ്പെടുന്നതും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് ഇതിൻ്റെ ഒരു കൃത്യമായ കണക്ക് പുറത്തു വരാൻ തുടങ്ങിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 15-ലധികം ഭീകരാക്രമണങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ വധിക്കപ്പെട്ടു. അപ്പോൾ അല്ലാതെ ഇതിൽ പങ്കെടുത്തിട്ട്, അതായത് നമ്മളെ ഇവിടെ വന്ന് ആക്രമിച്ചതിന് ശേഷം തിരിച്ചുപോയി അവിടെ സസുഖം വാഴുന്ന ഒളിച്ചു താമസിക്കുന്നവന്മാർ വേറെ വധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് മാസ്റ്റർ ബ്രെയിനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞ നേതാക്കളാണ്. ഒന്ന് ഈ ഹംസ ബുർഹാൻ, 2 ഷെയ്ഖ് യൂസഫ് അഫ്രീദി, അത് 2026 ഏപ്രിലാണ്. അതുപോലെ റാസുള്ള നിസാമാനി LET 2025 മെയ്. ഇനി മുദസ്സർ ഖാദിയാൻ ഖാസ് 2025 മെയ്. ഹാഫിസ് മുഹമ്മദ് ജമീൽ 2025 മെയ്. അതുപോലെ ഈ 2025 മെയ് ഒരു വേട്ടയായിരുന്നു കേട്ടോ. അടുത്ത ആള് മുഹമ്മദ് യൂസഫ് അസർ, അതുപോലെ ഖാലിദ്, മുഹമ്മദ് ഹസൻ ഖാൻ, ഷാഹിദ് ലത്തീഫ്. ഇയാൾ ശരിക്കും പറഞ്ഞാൽ പത്താൻകോട്ട് ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഈ ഷാഹിദ് ലത്തീഫ് എന്ന് പറയുന്ന. അതുപോലെ റിയാസ് അഹമ്മദ്, അയാൾക്ക് അബൂ ഖാസിം എന്ന് വേറൊരു പേര് കൂടിയുണ്ട്. പിന്നെ അതുപോലെ ബഷീർ അഹമ്മദ് പീർ, ഇവരൊക്കെ 2023 പണി കിട്ടുന്നത്. പരംജിത്ത് സിംഗ് പഞ്ഞുവാർ, സാഹിദ് അഗുന്ത്, അത് കറാച്ചിയിൽ, സലീം റഹ്മാനി, ഇങ്ങനെ. പിന്നെ അതുപോലെ കാശ്മീരിൽ വെച്ച് തീർത്തത് മുഹമ്മദ് ഇസ്മയിൽ അൽവി. ഇങ്ങനെ ഒരാളിനെ 2021 കാശ്മീരിൽ വെച്ച് അജ്ഞാതൻ ആക്രമിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം അജ്ഞാതൻ പാകിസ്ഥാനിൽ മാത്രമല്ല കാശ്മീരിലും കയറി കളിക്കുന്നുണ്ട്. ഈ പട്ടിക, ഞാനിപ്പോൾ ഈ പറഞ്ഞ പട്ടിക നമുക്ക് ഔദ്യോഗികമായിട്ട് കിട്ടിയ വിവരങ്ങളാണ്. ഇനി അനൗദ്യോഗികമായ വിവരങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഈ പറഞ്ഞതുപോലെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ, ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകൻ ഒക്കെ ആയ ഹാഫിസ് സയ്യിദ് മാത്രമല്ല, കൂടെ വേറൊരുത്തനും കൂടെ ഉണ്ട്. നമ്മുടെ നേപ്പാളിൽ നിന്ന് പ്ലെയിൻ തട്ടിയെടുത്തോണ്ട് പോയി കാഠ്മണ്ഡുവിൽ നിന്ന് എയർ ഇന്ത്യയുടെ വിമാനം അടിച്ചോണ്ട് പോയി അതവിടെ അഫ്ഗാനി കൊണ്ട് ഇറക്കി വില പേശി രക്ഷപ്പെടുത്തിയ ഒരുത്തനുണ്ടല്ലോ. കൊല്ലപ്പെട്ടതായിട്ടും വാർത്തയുണ്ട്, വധിക്കപ്പെട്ടതായിട്ടും വാർത്തയുണ്ട്, അയാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. ഇത് നമുക്ക് വ്യക്തമല്ല. ഈ കാര്യത്തിൽ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ CIA-ക്കോ മൊസാദിനോ റോയ്ക്കോ ഒന്നും അവര് ഒന്നും വ്യക്തമാക്കുന്നില്ല. ഒരു പക്ഷേ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ഇയാള് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നതാവാം. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അയാള് ജീവിച്ചിരിപ്പുണ്ടാകാം, നമുക്ക് അറിയില്ല. എന്തായാലും മസൂദ് അസറിന്റെ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു വിഷയമുണ്ട്. അയാൾ വധിക്കപ്പെട്ടിരിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. പുള്ളിയെ ഈ പഴയ ചില വീഡിയോസ് വെച്ചിട്ടാണ് അയാളെ, ഇപ്പൊ AI ഒക്കെ ഉള്ളത് കൊണ്ട് ഇത്തരം വീഡിയോകളൊക്കെ പുറത്തു വിടാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അവര് ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ആള് ഹൂറികളുടെ അടുത്ത് എത്തിയിട്ട് വർഷങ്ങളായി കാണും. അത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത കാലത്ത് മറ്റൊരു സംഭവം നടന്നു. എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ ചർച്ച ചെയ്യുന്നതേ ഇല്ല. ഈ കാശ്മീരിൽ എന്താണ് നടന്നത് 89-ൽ? സത്യത്തിൽ കാശ്മീരി ശ്രീലെ
ഇതുവരെ ഏതെങ്കിലും ഒരു കേസിൽ, ഒരു പെറ്റി കേസിൽ, ഒരു പിടിച്ചുപറി കേസിലെങ്കിലും, അല്ലെങ്കിൽ ഒരു മാലമോഷണം, ഒരു പിക്ക് പോക്കറ്റ് കേസിലെങ്കിലും ഒരു കാശ്മീരി പണ്ഡിറ്റ് ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു സ്ത്രീയെ ശല്യപ്പെടുത്തിയതായിട്ട് അവർക്കെതിരെ ഒരു കേസുണ്ടോ? ഈ ഡൽഹി നഗരത്തിൽ വന്ന് എന്താ പറയാ, ഫുട്പാത്തുകളിൽ കുടില് കെട്ടി കിടക്കുകയാണ് പാവങ്ങൾ. അവരുടെ പുനരധിവാസം ഇപ്പോഴും നടന്നിട്ടില്ല. എനിക്ക് നരേന്ദ്രമോദി സർക്കാരിനോട് എന്തെങ്കിലും അപ്രിയമുണ്ടെങ്കിൽ അത് ഈ കാര്യത്തിലാണ്. അത് ഈ അമിത്ഷായും നരേന്ദ്രമോദി ഈ കാര്യത്തിൽ എന്തുകൊണ്ടൊരു സുശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല? ഇവരെ എന്തുകൊണ്ട് പുനരധിവസിപ്പിക്കുന്നില്ല? നോക്കൂ, ഇവരിൽ ഇത് വന്ന് കിടക്കുന്ന മനുഷ്യർ ചെറിയ എണ്ണമൊന്നും അല്ല, ലക്ഷങ്ങളാണ് അഭയാർത്ഥികളായതെന്ന്. അതിൽ എത്ര പേര് കൊല്ലപ്പെട്ടു? കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടി വന്നു. ഇന്ന് ആ കൈക്കുഞ്ഞുങ്ങൾ വളർന്ന് യുവാക്കളും യുവതികളുമായി വിവാഹം കഴിഞ്ഞ് അവർക്ക് മക്കളായിരിക്കുന്നു. അവരിപ്പോഴും ഗതികിട്ട പ്രേതങ്ങൾ പോലെ അലയുകയാണ്. ഇതിന് മുഴുവനും കാരണമായിരിക്കുന്ന ഈ ആൾക്കാരെ നമ്മളിപ്പോഴും തുറന്നു കാട്ടുന്നതിൽ ഈ കേരളത്തിലെ മാപ്രകൾ, മല്ലു മാപ്രകൾ ഒരു തരത്തിലും അവർ അതിൽ ഒരു അല്പം പോലും ആ കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ എന്തുമാത്രം ശ്രമിച്ച ആൾക്കാരാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിപ്പോൾ ഇയാൾ പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരനാണ്. പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ഇതിനകത്ത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ അയാൾ അറിയപ്പെടുന്നത് ലംഗഡ എന്നാണ്. അയാൾക്ക് മുടന്നുണ്ട്. കാരണം ഈ ഇന്ത്യൻ ആർമിയുമായിട്ട് ഏറ്റുമുട്ടി. അയാൾ ശരിക്കും കാശ്മീരിയാണ്. കാശ്മീരിൽ നിന്ന് അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോയി ഇപ്പോൾ അവിടെ ഒളിവിൽ താമസിക്കുകയായിരുന്നു. അവനെ അവിടെ പോയി കണ്ടുപിടിച്ച് ഈ പറഞ്ഞതുപോലെ തീർത്തു. അത് പഹൽഗാം ഭീകരാക്രമണ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA UAPA പ്രകാരം കൊടും കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ച് തലയ്ക്ക് വില പറഞ്ഞ ആളാണ് ലഷ്കർ ഇ തോയ്ബയുടെ പ്രോക്സി സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കമാൻഡറാണ് സൈഫുള്ള എന്നാണ് അയാളുടെ പേര്. സാജിദ് ജാട്ട് എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ഈ സാജിദ് ജാട്ടിന് അജ്ഞാതൻ തീർത്തു. വളരെ കൃത്യമായിട്ട് അയാൾ ലാഹോറിൽ ഒളിച്ചിരുന്നു കൊണ്ട് കാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു. അവിടെ കടന്നു കയറി ഈ പറയുന്നത് പോലെ ഇയാള് പിന്നെ ഈ പഹൽഗാം അറ്റാക്കിന് 3 പേരെ വിട്ടത് മാത്രമല്ല കേട്ടോ, മറ്റൊരുപാട് വിഷയങ്ങൾ കാശ്മീരിൽ ആസൂത്രണം ചെയ്തിരുന്നു. അതെല്ലാം സുരക്ഷാ സേന പൊളിച്ചു. ഈ 3 പേരെയും, പഹൽഗാം അറ്റാക്ക് നടത്തിയ 3 പേരെയും നമ്മുടെ സൈന്യം ഇല്ലാതാക്കി. പക്ഷെ ഈ ലാഹോറിൽ ഒളിച്ചിരുന്ന് സ്ക്രൂ ചെയ്യുന്നവനുണ്ടല്ലോ, അവനെ, ഈ ലംഗഡ എന്നറിയപ്പെടുന്ന അവനെ വളരെ അതായത് അവൻ ഭയങ്കര അപകടകാരിയാണ്. കാശ്മീരിലെ യുവാക്കളെ എത്രയോ വർഷം ഈ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത ഒരുത്തനാണ്. അവസാനം മോദി സർക്കാർ വന്നതിന് ശേഷം രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോയത്. അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് തുടർന്ന് ഈ രാജ്യാന്തര സമ്മർദ്ദങ്ങൾ ഉയരുകയും അങ്ങനെ ലഷ്കർ ഇ തോയ്ബയെ നടപടിയെടുക്കാൻ പാക് സർക്കാർ നിർബന്ധിതരാകുകയും ചെയ്തു. അപ്പോഴാണ് ഇവർ ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഉണ്ടാക്കി മാറിയത്. എന്തായാലും ഈ TRFുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രൂപീകരണത്തിലൊക്കെ പ്രധാന പങ്കുവച്ച ആളാണ് ഈ സാജിദ് ജാട്ട്. ഇത് ഇവരെങ്ങനെയെന്ന് വെച്ചാൽ ഈ ജാട്ട് സമൂഹമൊക്കെ അവര് വളരെ തീവ്രമായി ആക്രമണ സ്വഭാവമുള്ളവരാണ്. അതിൽ നിന്ന് മതം മാറിപ്പോയവരുണ്ട്. അങ്ങനെയൊക്കെ വന്നവരാണ് ഇവരൊക്കെ. അതിപ്പോഴും ഡൽഹിയിലുള്ള അല്ല, അത് സിഖുകാരിലുണ്ട് ജാട്ട്. ഈ ഖേത്രി സിഖും ഉണ്ട്, ജാട്ട് സിഖും ഉണ്ട്. ജാട്ട് സിഖുകാരാണ് ഈ ഖാലിസ്ഥാൻ വാദമൊക്കെ ആയിട്ട് നടക്കുന്നത്. അവര് ഈ പറഞ്ഞതുപോലെ പഞ്ചാബിൽ സമരം ചെയ്യാൻ ഈ കർഷക സമരത്തിന്റെ ഇത് കേരളത്തിലെ ആൾക്കാർക്ക് അറിയില്ല. അവര് നോക്കുമ്പോ എല്ലാം ഈ താടിയും തലപ്പാവും ഉള്ളതാണ്. അങ്ങനെയല്ല, അതിൽ ജാട്ട് സിഖാണ് അപകടകാരികൾ. അതേസമയം ഈ ഖേത്രി സിഖുകാരുണ്ട്. അവര് ഈ കുറച്ച് സമാധാന പ്രിയരാണ്. കുറച്ച് മതപരമായിട്ട് ഇത്തിരി യാഥാസ്ഥിതികത്വമൊക്കെ ഉണ്ടെങ്കിലും അവർ ആക്രമണകാരികളോ കുഴപ്പക്കാരോ ഒന്നുമല്ല. പക്ഷേ ഈ ജാട്ട് സിഖ് അങ്ങനെ, ഈ ജാട്ടുകളിൽ നിന്ന് മതം മാറിപ്പോയ ആൾക്കാർ മുസ്ലിം സമൂഹത്തിൽ ചെന്നവരുണ്ട്. അവർ വലിയ കുഴപ്പക്കാരാണ്. അവരെ അങ്ങനെയുള്ള ഒരുത്തനാണ് ഈ സാജിദ് ജാട്ട്. അവൻ്റെ ആ പേരിൽ പോലും അത് വിട്ടു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും അതിനകത്ത് വിഷയങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അയാളുടെയും കാര്യം നമ്മുടെ അജ്ഞാതൻ തീർത്തു കെട്ടി ഹൂറികളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മുടന്നുണ്ടായിരുന്നു, അവിടെയും മുടന്നുമോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ അജ്ഞാതൻ വളരെ കൃത്യമായിട്ട് ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണെങ്കിലും ആ അജ്ഞാതന് നമോഭാഗം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഇത്രയേറെ പരിശ്രമിക്കുന്ന ആൾക്കാർക്ക് അതേ നാണയത്തിൽ മറുപടി. അതായത് നമ്മൾ ഹിന്ദിയിൽ പറയാറുണ്ട്,
ഖൂൺ ക ബദല ഖൂൺ, ചോരയ്ക്ക് പകരം ചോര. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടാണോ, നമ്മുടെ റോ ഇതിൻ്റെ പിന്നിലുണ്ടോ, ഇങ്ങനെയൊന്നും ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതൊന്നും ആർക്കും പ്രസക്തമല്ല, തെളിയിക്കാനും പറ്റില്ല. നിങ്ങൾ തലയും കുത്തി നിന്നാൽ തെളിയിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ മൊസാദിൻ്റെയും CIA-യുടെയും KGB-യുടെയും ഒക്കെ മുകളിലേക്ക് റോ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അജ്ഞാതനെ കുറിച്ചാണ്. അജ്ഞാതന്റെ വിളയാട്ടം തുടരുന്നു. ഹാഫിസ് സെയ്ദിനും മസൂദ് അസർ അവിടെ ഉണ്ടെങ്കിൽ മസൂദ് അസറിനും അവസാനത്തെ തീവ്രവാദി വധിക്കപ്പെടും വരെ, ഊറികളുടെ അടുത്തെത്തും വരെ അജ്ഞാതന് യാതൊരു വിശ്രമവും ഇല്ല. അജ്ഞാതന്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്ക് ഇച്ചിരി മനസമാധാനമുണ്ട്. ഇനി ആ POKയുടെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കാശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസം വൈകുന്നത് POK പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ സർക്കാർ അതുകൂടെ പരിഹരിച്ചു കഴിഞ്ഞായിരിക്കാം ഈ പാവങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാടെടുക്കുന്നത്. എന്തായാലും അജ്ഞാതന് നമുക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാതിരിക്കാൻ കഴിയില്ല. നല്ല നമസ്കാരം.